ലാ ഓക്കെ ഗൈസ്, എനിക്കിപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാനൊരു വണ്ടി ഗൈസ് ഇന്നലെ കൊണ്ടുവന്ന് ഇട്ടായിരുന്നു ഗൈസ്. ഒരു പുഴുക്ക് പിടിച്ചൊരു അഴുക്ക വണ്ടി ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. എന്നിട്ട് അത് നമുക്ക് കൊണ്ടുപോയി റീസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അത് കൊണ്ടുപോയി റേസും കാര്യങ്ങളും തന്നെ വെക്കണം. റേസല്ല, ഒന്ന് സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളും തന്നെ നടത്തണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടി എടുക്കാനായിട്ട് പോകാം. ഗൈസ് എൻ്റെ ഗ്യാരേജിനെ സൂക്ഷിച്ച് ആ വണ്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ആ വണ്ടിയും കാര്യങ്ങളും തന്നെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര ഒരു പുക പിടിച്ചൊരു നാശമായിട്ടുള്ള ഒരു വണ്ടിയും കാര്യങ്ങളും തന്നെ നമ്മളവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കൊണ്ടുപോയി കാര്യങ്ങളോ തന്നെ റീസ്റ്റോർ ചെയ്യണം ഗൈസ്. അപ്പം ഇതാണ് ഇനി പരിപാടി. ഇതാ ഒരു അതൊക്കെ പിടിച്ചൊരു വണ്ടി കാര്യങ്ങളോ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. ഒരു സ്ഥലത്തിൽ നിന്ന് കിട്ടിയതാണ്. ഫുള്ള് പുകയും ഇല്ല, ബമ്പറൊക്കെ ഊരി അന്ന് കിടക്കുകയാണ്. അപ്പം ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത്. ഇത് പഴയ വണ്ടിയാണെങ്കിലും കിടില സ്പീഡാണൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ടി വിയിലൊക്കെ വാർത്തയിലൊക്കെ ഈ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പൊളിയായിട്ടും കാര്യങ്ങളും തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിയും കാര്യങ്ങളും തന്നെ റീസ്റ്റോർ ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മളെ ഡെഡ്പൂളില്ലേ ഗൈസ്, നമ്മളെ ഡെഡ്പൂൾ ഇപ്പം ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ട, ഈ ഒരു വർക്ക്ഷോപ്പിലും കാര്യങ്ങളും തന്നെയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പണി. അപ്പോൾ ആ പണിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പെയിൻറ്റ് കടയാണ് ഗൈസ്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് പെയിൻറ്റ് കാര്യങ്ങളും തന്നെയൊക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെയിൻറ്റ് കാര്യങ്ങളും തന്നെയൊക്കെ അടിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മൾ വണ്ടിയും കാര്യങ്ങളും ഷെഡിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. പെയിൻ്റ് അടിച്ച് ഗൈസ്, ഇതിൻ്റെ ഒരു തട്ടിയാൽ നമ്മൾ വണ്ടി പോയി ഗൈസ്. ഇത് പൊളി വണ്ടി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഷൂട്ടോ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് ഒരു സ്ഥലത്തോട്ട് പോകണം. അപ്പം എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ്. 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ നമ്മളെ ഈ വണ്ടി നമ്മളെ ഗ്യാരേജിൽ ഇട്ടിരിക്കുന്നതായിരിക്കും. ഈ വണ്ടിക്ക് ഇനി ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കൊണ്ടുപോയി റിപ്പയർ ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഇത് റേസ് തന്നെ, അപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റും. കോഴ്സ് നമ്മൾ ഫുള്ള് റേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് റേസ് റേസ് ഉള്ളു പോകുന്നുണ്ട് ഗൈസ്. ഒന്ന് മൂടി ഗൈസ്, ഉള്ളു പോകുന്നുണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. ഈ വണ്ടി എന്ന് പറയുന്ന അങ്ങനത്തെ വണ്ടിയല്ല ഗൈസ്. തീരം പവറും കാര്യങ്ങളും തനിക്ക് ഈ വണ്ടിക്ക് ഉണ്ട്. പോകുന്ന വണ്ടിയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയി റിപ്പയർ ആക്കണം ഗൈസ്. അയ്യോ, വണ്ടി ഇപ്പോൾ പൊട്ടുപോയി, വണ്ടി ഇപ്പോൾ പൊട്ടും, വണ്ടി ഇപ്പോൾ പൊട്ടും ഗൈസ്. എൻ്റെ പൊന്നോ, അതായി ഇടിയാണ് ഗൈസ് നമ്മൾ ഇടിച്ചത്. വണ്ടി പൊട്ടേണ്ട രീതിയിലായിട്ടുണ്ട്. ഓ ഗൈസ്, പൊളി വണ്ടിയായിരുന്നു ഗൈസ്. പൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അതുപോലെ പൊളി വണ്ടി ഗൈസ്. ഇനി നമുക്ക് നേരെ പെയിൻ്റ് അടിച്ചിട്ട് കൊണ്ടുപോയി വീട്ടിലോട്ടിടാൻ ഗൈസ്. അയ്യോ 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 പൊട്ടി ഗൈസ്, പൊട്ടി. അതിനെക്കാട്ടി നല്ലത് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഇതുണ്ട് ഗൈസ്, ആ വണ്ടി നമുക്ക് ഇവിടെ സ്പോണായി വേറെ ഒരാളുടെ കൈ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇല്ലേ ഗൈസ്, എപ്പോഴും സ്പോണാണ്. ഈ വണ്ടി തീരാത്ത വണ്ടിയാണ്, തീരില്ല ഈ വണ്ടി ഗൈസ്. ഒരാളുടെ എനിക്ക് സ്പോണായി കിട്ടിയിരുന്നുണ്ട്. ഇതേപോലെയാണ് ഈ വണ്ടി പോളി വണ്ടിയാണ്, എപ്പോഴും സ്പോണാണ്. സ്പോണ് വേറെ ആൾക്കാരുടെ അടുത്തായിരിക്കും ആവുന്നത്. നമ്മൾ നേരെ അവരെ നിന്ന് എടുത്ത് മോഷ്ടിച്ചാൽ മതി ഗൈസ്. സിമ്പിൾ ആൻഡ് മമ്പിളായിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഇട്ടാൽ മതി. സിമ്പിൾ 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 കണ്ടാ ഗൈസ്. ഇതാണ് ഈ വണ്ടി. ഓ, നമ്മളെ നിന്ന് പൊട്ടിപ്പോയ വേറെ ഒരാളുടെ സ്പോണായി നമുക്ക് ഈ വണ്ടി കിട്ടും. നിങ്ങളെ പൊട്ടിച്ചേ ഗൈസ്. ഈ വണ്ടി നമുക്ക് സ്പോണായി തന്നെ കിട്ടും. വണ്ടി അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്.
ഇനി നമുക്കൊരു മിഷനുണ്ട് ഗൈസ്. നമ്മളുടെ ഒരു സ്ഥലത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിപാടി ചെയ്യാനായിട്ടുണ്ട്. അവിടെ ആയിരുന്ന ഗൈസ് ഒരു പോലീസിൻ്റെ കാർ പാർക്കിംഗ് സ്പോട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു. നമ്മളുടെ കാർ പാർക്കിംഗ് സ്പോട്ടിൽ നിന്ന് ഒരു കിടിലം വണ്ടി എടുത്ത് നമ്മളെ ലെസ്റ്ററിന് കൊടുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. നമ്മൾ നേരെ പോകുന്നു. സിമ്പിളാണ് ഗൈസ്. നമ്മൾ ലെസ്റ്ററിന് കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു ഗൈസ്. നമ്മളെ ലെസ്റ്റർ എൻ്റെ നാളെ വന്ന് ആ വണ്ടി വാങ്ങിക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൻ്റെ അകത്താണ് ഇടുന്നത്. ലെസ്റ്റർ നാളെ വന്നിട്ട് എൻ്റെ വണ്ടി വാങ്ങിച്ചിട്ട് പോകാം ഗൈസ്. ഓക്കെ, അതുവരേക്കും എൻ്റെ വീട്ടിൽ കിടക്കട്ടെ ആ വണ്ടി. ഓക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് ആ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഓക്കെ, ആ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ദൂരമുള്ളൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാൻ നമ്മൾ ആ സ്ഥലത്തോട്ട് പറപ്പിച്ച് വിടുന്നുണ്ട് ഗൈസ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കിട്ടുന്നുള്ളതൊക്കെ പോലീസ് വണ്ടി അല്ല. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ആ പോലീസ് വണ്ടീൻ്റെ അകത്ത് കുറേ ഗോൾഡൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ അവിടുത്തെ ആൾക്കാർ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഗോൾഡും കൂടിയാണ് ഗൈസ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഗോൾഡൊക്കെ ഇവിടെ കാണാനായിട്ട് കൂടുതലാണ് ഗൈസ്. നമ്മൾ കൂടുതലായിട്ടാണ് ഗൈസ് നിൽക്കുന്നത്. നമ്മളുടെ ആ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കാർ പാർക്കിംഗ് ഏരിയയിൽ തന്നെ കാണും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണേണ്ടതാണ്. അപ്പം ആ വണ്ടി നമ്മൾ മോഷ്ടിച്ച് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം ഗൈസ്. നമ്മൾക്ക് അത്രയും കിടിലം പൈസയാണ് ഗൈസ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇവിടെ ആയിട്ടാണെന്നാണ് തോന്നുന്നത് കാർ പാർക്കിംഗ് സ്പോട്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവർ വണ്ടി ഇട്ടേക്കും. ഓക്കെ ഇവിടെ ഒന്നും അല്ലല്ലോ. വണ്ടി നമ്മൾ കാണുന്നവരെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകണം. ഓക്കെ ഗൈസ്, ഇതുവരെയായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല ആ വണ്ടി. ആ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇതുവരെയായിട്ടും കിടന്നിങ്ങനെ കറങ്ങി നോക്കുകയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിൽ അവർ ആ ഗോൾഡ് കടത്തിക്കൊണ്ട് പോകും. ഇപ്പോൾ പോലീസന്മാരൊക്കെ ഡാർക്ക് ഗൈസ് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റബിൾ രാമുമോനാണ് ഗൈസ് ഇരിക്കുന്നത്. ആ വണ്ടി കണ്ടില്ലേ ഗൈസ്? ആ വണ്ടി ആ പോണ മുമ്പിൽ കൂടെ ഇപ്പോൾ ചേസ് ചെയ്ത് പോണ ആ വണ്ടിയിൽ കോൺസ്റ്റബിൾ രാമുമോനാണ് ഗൈസ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആണ് യൂണിഫോമിലല്ല നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കോൺസ്റ്റബിൾ രാമുമോൻ്റെ കോൺസ്റ്റബിൾ രാമുമോനല്ലായിരുന്നു. എനിക്ക് തോന്നി ഗൈസ് കോൺസ്റ്റബിൾ രാമുമോനാണെന്ന്. അപ്പം അല്ലായിരുന്നു ഗൈസ്. ഈ നിൽക്കുന്നതാണ് കോൺസ്റ്റബിൾ രാമുമോൻ. കോൺസ്റ്റബിൾ രാമുമോൻ എപ്പോഴും യൂണിഫോമിലേ നിൽക്കൂ, പുറം കാണിക്കൂല എന്ന് അവൻ എപ്പോഴും പറയും ഗൈസ്. ഓക്കെ, അവൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേസ് നടക്കുന്നത്. കോൺസ്റ്റബിൾ രാമുമോൻ കേസ് കോൺസ്റ്റബിൾ രാമുമോൻ അറിയാതെ പതുക്കെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേസ്. കോൺസ്റ്റബിൾ രാമുമോൻ ഇത്രയേ ഉള്ളൂ കേസ്. പതുക്കെ നമ്മൾ കോൺസ്റ്റബിൾ രാമുമോൻ അറിയാതെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് കൽപ്പാതെ ശബ്ദം വരെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റബിൾ രാമുമോൻ കയറി വരും കേസ്. ഭാഗ്യത്തിന് കണ്ടില്ല. പതുക്കെ നമ്മൾ കോൺസ്റ്റബിൾ രാമുമോനും ആരും അറിയാതെ പതുക്കെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. അവരുടെ കാർ പാർക്കിംഗ് ഗൈസ് നമ്മൾ നേരെ കിടക്കുന്ന ആ വണ്ടിയാണ് ഗൈസ് നമ്മൾ അടിച്ച് മാറ്റേണ്ടത്. പതുക്കെയാണ് നമ്മളത് പോയിട്ട് അടിച്ച് മാറ്റേണ്ടത്. ആ കിടക്കണ പോലീസ് വണ്ടിയില്ല. എൻ്റെ പൊന്നു വണ്ടിയുടെ കീല പെട്ട് കീല. ഓ എൻ്റെ പൊന്നു ഗൈസ്, എനിക്ക് തോന്നുന്നു ഈ പരിപാടി നടക്കൂലെന്ന്. ഇത്രയും ഡാർക്ക്. ഓ ഗൈസ്, ആ വണ്ടി എടുത്തോണ്ട് വന്നു പോലീസ്. ആ വണ്ടി എടുത്തോണ്ട് വന്നു ഈ വണ്ടീൻ്റെ അകത്തുണ്ട് ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂല. ഒരു കട്ട വലിയ ഒരു ഇതാണ് ഗൈസ് ഇരിക്കുന്നത്. എല്ലാ
പോലീസും കൂടെ നമ്മൾ നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ നല്ലോണം പോലീസ് വളഞ്ഞിട്ടുണ്ട്. നമ്മൾ പറപ്പിച്ച് വിടുന്നുണ്ട് ഗൈസ്. മാറ് വണ്ടി. ഓ എൻ്റെ പൊന്നു ഗൈസ്. കോൺസ്റ്റബിൾ രാമുവിനൊക്കെ നമ്മളെ പിടിക്കാൻ പറന്നു വരുന്നു ഗൈസ്. ഈ വണ്ടി പൊട്ടിപ്പോയാലും നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. ആ സാധനം നമ്മൾ പോക്കറ്റിലാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ ഒരു കട്ട ആണെങ്കിലും അതിന് നല്ല മലമുള്ള പൈസ ആണ് ഗൈസ് കിട്ടുന്നത്. നമ്മൾ ഈ പൈസ ഈ ഗോൾഡ് കൊണ്ടുപോയി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ ലെസ്റ്ററിനാണ് ഗൈസ്. എൻ്റെ പൊന്നു, നമുക്ക് ഈ ഗോൾഡിൽ നിന്ന് കുറച്ച് വിൽക്കുന്ന പൈസ തരാനാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, ഇത്രയും ചേസ് കിടന്ന ഗൈസ്. 3 സ്റ്റാർ വാട്ടർ ലെവലാണ് നമുക്ക്. എൻ്റെ പൊന്നു, പറപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. വണ്ടി പോയി. എൻ്റെ പൈസ ഉണ്ട് ഗൈസ്. ആ വണ്ടി ഇപ്പൊ പൊട്ടു ഗൈസ്. ആണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഗൈസ് ആ വണ്ടി പൊട്ടി. ചിന്താവുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള വണ്ടിയും പൊട്ടിയിട്ടുണ്ട്. ഭാഗ്യം ഗൈസ്, നമ്മളായിരുന്നു നാം മരിച്ചിട്ടുണ്ട്. എന്തൊരു ഭാഗ്യം. ഇനിയിപ്പം നമ്മൾക്ക് പ്രശ്നമില്ല. ഇനി നമുക്ക് ആ ഗോൾഡ് കൊണ്ടുപോയി ലെസ്റ്ററിന് കൊടുക്കാം. അപ്പം ആ ലെസ്റ്ററിന് കൊടുക്കുമ്പോൾ നമുക്ക് അത് കൊണ്ടുപോയി നമ്മളെ ലെസ്റ്ററിന് കൊടുക്കണം. അതാണ് നമ്മൾ ഇനിയുള്ള ടാസ്ക്. ഇനി നമ്മൾ പതുക്കെ അങ്ങോട്ട് ലെസ്റ്ററിന് കൊടുക്കാനായിട്ട് പോവുകയാണ്. ലെസ്റ്റർ എപ്പോഴും ഓരോ വീട് മാറി കളിക്കും കഴിയും. അവന് പൈസ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പൈസ പെട്ടെന്ന് അവന് തീർക്കണം. അതുകൊണ്ട് എപ്പോഴും വീട് മാറി കളിക്കുന്നു ഗൈസ്. എന്ത് വട്ടമാണോ എന്തോ. അടുത്ത വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലോട്ട് പോകാനാണ് ഗൈസ് പറയുന്നത്. നമ്മളായിരുന്ന ലെസ്റ്ററിനും കൊടുക്കണം ആ സാധനം. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ലെസ്റ്ററിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ലെസ്റ്റർ ഓക്കെ ഗൈസ്. ഇവിടെ ആയിട്ടാണ് നമ്മളെ ലെസ്റ്ററിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ലെസ്റ്ററിൻ്റെ സ്ഥലത്തെത്തി. ഇതാണ് ഗൈസ് നമ്മളെ ലെസ്റ്ററിൻ്റെ സ്ഥലം. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിൻ്റെ സ്ഥലം. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിന് ഒരു ബർഗർ ഷോപ്പുണ്ട് ഗൈസ്. അവൻ പൈസ ലാഭിക്കാനായിട്ട് ഒരു ബർഗർ ഷോപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ബെല്ലാസ് ബെല്ലാസാണ് കേസ് അത്. ഓക്കെ, അവന്മാരെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറി പോകാം ഗൈസ്. ഓക്കെ, കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളായിരുന്ന ഗൈസ് നമ്മളുടെ ലെസ്റ്ററിനും കാര്യങ്ങളും തന്നെയൊക്കെ ആ സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടിയിൽ നിന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്. നമ്മളുടെ ബെല്ലാസിനെയും കൂടെ കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഇതിൻ്റെ ആയിരിക്കും. ഓക്കെ ഗൈസ്, എന്താണ് ബെല്ലാസിൻ്റെ വട്ട്? എന്താണ് എന്തറാ ഇവിടെ ഓടിയാ? പേടിച്ചോടി ഇല്ലേ? എന്തറാ എനിക്ക് പ്രശ്നം മതി. ഓക്കെ, നമ്മളെ ഇന്നലെ ഇവിടെ വെച്ച് വലിയ ബൈ.